ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ആകെ സമനില തെറ്റിയ അവസ്ഥയാണ്. എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ, ഞാനേ പെട്ടെന്ന് തന്നെ പോവുക. ആജാസേ, നിങ്ങൾ രണ്ടുപേരും വണ്ടി എടുത്തോണ്ട് അങ്ങോട്ടേക്ക് വന്നേക്കാവോ? സാറേ ഈ അവസ്ഥയിൽ വണ്ടി എടുത്തോണ്ട് പോകണ്ട. അതെന്താ എനിക്ക് പോയാൽ? ഞാൻ ഈ വണ്ടി എടുത്തിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ വണ്ടി ഓട്ടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എൻ്റെ അമ്മയ്ക്ക് അസുഖം വന്നിട്ടുണ്ടെന്ന് കരുതി അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പാട്ടുകാരിയല്ലേ, അവർക്ക് എന്താ അസുഖം വന്നാൽ എനിക്കെന്താ? ഞാനേ ഈ വണ്ടി കയറി തന്നെ പോയിക്കോളാം. എനിക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണം. എൻ്റെ അച്ഛൻ എന്നെ ഇട്ടേച്ച് പോയപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് നാൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഇന്ന് സംഭവിക്കില്ല, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ ശബ്ദം ഇടറി, മനസ്സ് പെടഞ്ഞു. കണ്ണിൽ നിന്നും കണ്ണുനീർ കുടുകൂടാ ഒഴുകി. ഗീതുവിനത് കണ്ടപ്പോൾ പേടിയായി. ഗോവിന്ദേട്ട ഈ കാറിൽ നമുക്ക് പോകണ്ട, നമുക്ക് അജാസിൻ്റെ ഒപ്പം പോവാം. നിനക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരണ്ട ഗീതു, ഞാൻ ഒറ്റയ്ക്ക് പോവും. എനിക്കിന്ന് ഈ കാറിൽ തന്നെ പോകണം, ഈ കാറിൽ തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദോടി വണ്ടി കയറി. അജാസിക്ക അവർണിക, നിങ്ങൾ രണ്ടുപേരും കൂടെ ലഗേജൊക്കെ എടുത്തോണ്ട് പോരെ. ശരി ഗീതാഞ്ജലി, പെട്ടെന്ന് ചെല്ല്. അങ്ങനെ ഗീതു കാറിൽ കയറിയിരുന്നു. ഈ സമയം അവരങ്ങ് പോയി. അവർ പോയി കഴിഞ്ഞതും അവർണികയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. ഈശ്വര, വല്ലാത്തൊരു കഷ്ടമാണ് വിജയലക്ഷ്മി അമ്മയുടെ കാര്യം. ജാസ്, അതെ, എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ നമ്മുടെ ശത്രുക്കളെ എന്ത് ചെയ്യും? ഗോവിന്ദ് സാറിൻ്റെയും ഗീതാഞ്ജലിയുടെ ശത്രുക്കളെ പിടിക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോ. അകത്ത് 3 പേരെ കെട്ടിയിട്ടിട്ടുണ്ട്, അവരെന്ത് ചെയ്യും? അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ചേട്ടൻ എത്രയും പെട്ടെന്ന് ലഗേജൊക്കെ ഞങ്ങളുടെ വണ്ടിയിൽ എടുത്തു വയ്ക്കും. ശരി എന്നും പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് പോവുക. ഈ സമയം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. വിജയലക്ഷ്മി അമ്മ ഭയങ്കരമായിട്ട് ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക, തീരെ വയ്യ. അവസാന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഡോക്ടർ വരെ അത് പറഞ്ഞു. രഞ്ജു ആ ഡോറിലൂടെ നോക്കി പൊട്ടിക്കരയുക. എൻ്റെ ഈശ്വര, എൻ്റെ അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുത്. എൻ്റെ അമ്മ ഒരു പാവമാണ്, ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പിന്നെ ആരാ ഉള്ളത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കരയുവാണ്. രഞ്ജു, കരയാതെ, വിജയലക്ഷ്മി അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല, സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഡോക്ടർ ഇങ്ങനെ വെളിയിലോട്ട് വരിക. ഡോക്ടർ വന്നതും രഞ്ജു, ഡോക്ടറെ എങ്ങനെയുണ്ട് ഡോക്ടറെ? എൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കാര്യം ഒത്തിരി സീരിയസാണ്, പിന്നെ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഭയങ്കര വൈകിയാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് തന്നെ മുമ്പ് അറ്റാക്ക് വന്നിട്ടുണ്ടോ? അറ്റാക്ക് ഒന്നും വന്നിട്ടില്ല. ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് അമ്മ മെഡിസിൻ കഴിക്കാറുണ്ട്. പിന്നെ എവിടെയെങ്കിലും പോയി ചെക്കപ്പ് ചെയ്യുന്നുണ്ടോയെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല ഡോക്ടർ. എന്തായാലും ഈ ഹോസ്പിറ്റലിലെ മുരളീകൃഷ്ണൻ എൻ്റെ ഡോക്ടറാണ്, എൻ്റെ അമ്മയുടെയും ഡോക്ടറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. ശരി, പിന്നെ ഡോക്ടറെ അമ്മയുടെ റിപ്പോർട്ടും ചീട്ടും റിസൾട്ടും ഒക്കെ വീട്ടിൽ നിന്ന് എടുപ്പിക്കാം. ഡോക്ടർ എത്രയും പെട്ടെന്ന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം പ്ലീസ് ഡോക്ടറെ. അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, എന്തായാലും പേടിക്കണ്ട. എത്രയും പെട്ടെന്ന് എല്ലാ റിപ്പോർട്ടുകൾ എത്തിക്കാൻ നോക്ക്. ശരി ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല പ്രിയെ, എനിക്ക് പേടിയാവുന്നു. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഡോക്ടറെ എന്താ? ഞാനൊന്ന് എൻ്റെ അമ്മയെ കണ്ടോട്ടെ. ഇപ്പം വേണ്ട, അപകടനില തരണം ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ എന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയി. ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? ആരോട് പറയും? എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ ആരോട് പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു തലക്കടിച്ച് പൊട്ടിക്കരയുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അജാസിനെയാണ്. അജാസാണെങ്കിൽ ആ സാധനം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, അതായത് ഫോളോ ചെയ്യാൻ വേണ്ടി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവർണിക, നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞല്ലോ അജാസ്. ഗോവിന്ദ് സാറിൻ്റെ ഗീതാഞ്ജലിയുടെ ശത്രുക്കളെ നമ്മളിനി എങ്ങനെ പിടിക്കും? ആര് പറഞ്ഞോ നമ്മുടെ പ്ലാനുകളൊക്കെ പൊളിഞ്ഞു എന്ന്? ഒരിക്കലുമില്ല, ഞാൻ ഈ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും. എന്താ ചെയ്യാൻ പോകുന്ന അജാസ്? എന്തായാലും ഇന്ന് നമ്മളിവിടുന്ന് പോകുന്നില്ല. ഗോവിന്ദ് സാറും ഗീതും ഹോസ്പിറ്റലിലേക്ക് പോട്ടെ, നമുക്കിന്ന് ഇവിടെ തന്നെ നിൽക്കാം. ശത്രുക്കളെത്താൻ നേരം വെളുക്കും, അതുകൊണ്ട് അവർണിക്ക് വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ. ഇവിടെ നിന്ന് ഗോവിന്ദ് സാറിൻ്റെ ശത്രുക്കൾ ആരാണെന്ന് വീഡിയോ സഹിതം എടുത്ത് നമ്മൾ അവരെ കാണിച്ചു കൊടുക്കും, അതായത് ഗോവിന്ദ് സാറിനും ഗീതാഞ്ജലിക്കും. അതുവരെ എനിക്ക് ഉറക്കം ഉണ്ടാവില്ല വർണിക, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അല്ല സാറേ, അകത്ത് 3 കുരുടന്മാരിപ്പുണ്ടല്ലോ, അവന്മാരെ എന്ത് ചെയ്യണം? അവന്മാർ അവിടെ തന്നെ ഇരിക്കട്ടെ, നാളെ ശത്രുക്കൾ വന്ന് അവന്മാരെ കൂട്ടിക്കൊണ്ട് പോയിക്കോളും. അത് കേട്ടതും എന്നാൽ പിന്നെ ഞാനും കാത്തിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് പോവുക. ഈ സമയം അജാസ്, ഇതാരാണെന്ന് എനിക്കറിയാം, പക്ഷേ അവരുടെ ഫോട്ടോ സഹിതം വീഡിയോ എടുത്ത് ഗോവിന്ദ് സാറിൻ്റെ കൈകളിൽ എത്തിക്കുക തന്നെ വേണം. അതിനു വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും. എടി രാധികാമേ, നീയും
അനാർക്കലിയും ആ സത്യദാസും ഒക്കെ കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ടറിയാം. എല്ലാത്തിനിട്ടും ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ്. ഗോവിന്ദാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ കാർ ഓടിക്കുന്ന സമയത്ത് ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മുഴുവനും തൻ്റെ അമ്മ തന്നെ ബീച്ചിൽ കൂട്ടിക്കൊണ്ടുപോയതും ചോറൂട്ടി വിടുന്നതും എടുത്തുകൊണ്ട് നടക്കുന്നതും താരാട്ട് പാടുന്നതും കൈപിടിച്ച് നടക്കുന്നതും ഒക്കെയാണ്. അതൊക്കെ ഓർത്തോർത്ത് ഗോവിന്ദ് വണ്ടി 100 സ്പീഡിൽ വിടുകയാണ്. അപ്പോൾ ഗീതുവിന് പേടിയായി. കണ്ണേട്ട ടെൻഷൻ ആകല്ല കണ്ണേട്ട, കുറച്ച് പതുക്കെ പോ, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല കണ്ണേട്ട, ധൈര്യമായിട്ടിരിക്കുക കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെ ആശ്വസിപ്പിക്കുക. പക്ഷെ എത്രയൊക്കെ ആശ്വസിപ്പിച്ചിട്ടും ഒരു രക്ഷയില്ല. ഗോവിന്ദൻ്റെ സങ്കടം മാറുന്നില്ല. ഹൃദയം പൊട്ടിപ്പോകുന്ന വേദന. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല. അത്രയ്ക്ക് വേദന. എൻ്റെ ഈശ്വര, എൻ്റെ അമ്മയ്ക്ക് ഒരു ആപത്ത് സംഭവിക്കരുത്. ആ അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല. ആ അമ്മ എന്നെ ചതിച്ചിട്ടേച്ച് പോയതാണെന്നേ ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ അമ്മയുടെ നിരപരാധിത്വം എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. ആ അമ്മ എൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഞാൻ ആ അമ്മയെ ആട്ടിപ്പായിച്ചു. എൻ്റെ പ്രശ്നങ്ങളൊക്കെ മറന്നു വച്ചിട്ട് ആ അമ്മ എൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ ആ അമ്മയെ ഞാൻ തള്ളിക്കളഞ്ഞു. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എൻ്റെ അമ്മ എന്നിൽ നിന്നും അകന്നു പോകൂ എൻ്റെ ദൈവമേ, ഒരാപത്ത് സംഭവിക്കരുതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് കരഞ്ഞ് നിലവിളിച്ച് വണ്ടി ഓടിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ രഞ്ജുവും പ്രിയയും കൂടെ റിപ്പോർട്ടുകളെല്ലാം എടുത്ത് ഡോക്ടറെ കാണിക്കുക. അകത്തേക്ക് വാ എന്നും പറയണം. അങ്ങനെ അവരെയും കൂട്ടി അകത്തേക്ക് ചെല്ലുക. അകത്തേക്ക് ചെന്നതും നമ്മുടെ ഒരു ഡോക്ടറാണെങ്കിൽ അങ്ങനെ റിപ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്ക് രഞ്ജു പതുക്കെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ വിജയലക്ഷ്മി മോളെ ഗീതു എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. വിജയലക്ഷ്മി ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത്, അതെ, തൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് തനിയെ പിരിഞ്ഞു പോയ ഒരവസ്ഥ. ആ സ്ഥലത്ത് ഗോവിന്ദ് നമ്മുടെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുക. അമ്മേ വാമ്മേ, എൻ്റെ അടുത്തേക്ക് വാമ്മേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ വിജയലക്ഷ്മി ഓടി ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെന്നു. പക്ഷേ വിജയലക്ഷ്മി അടുത്തെത്തിയപ്പോഴേക്കും ഗോവിന്ദ് മാഞ്ഞുപോയി. ഈ സമയം രഞ്ജു അമ്മേ വാമ്മേ, എൻ്റെ അടുത്തേക്ക് വാമ്മേ. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി രഞ്ജുവിൻ്റെ അടുത്തേക്ക് പോയി. രഞ്ജുവിൻ്റെ അടുത്ത് ചെന്നപ്പോഴും അവിടെ നോക്ക്, രഞ്ജുവും മാഞ്ഞുപോയി. ഈ സമയം മക്കളെ നിങ്ങൾ എവിടെയാ? ഗീതു, ഗോവിന്ദ്, രഞ്ജു നിങ്ങൾ എവിടെയാണെന്ന് പറ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് വിജയലക്ഷ്മി വിളിക്കുക. പക്ഷെ അങ്ങനെ വിളിച്ചപ്പോഴും ആരും വരുന്നില്ല. അവസാനം ഗോവിന്ദ് വീണ്ടും വന്നു. ചുവന്ന് തുടുത്ത കണ്ണുകളുമായി ദേഷ്യത്തോടെ വിജയലക്ഷ്മിയെ തുറച്ചു നോക്കി. വിജയലക്ഷ്മി മോനെ എവിടെയായിരുന്നടാ നീ എങ്ങോട്ടാ പോയത് എന്നും ചോദിച്ചുകൊണ്ട് വീണ്ടും വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾക്ക് നാണമില്ലേ? ഇത്രയും നാളും അനാർക്കലിയുടെ മകളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് വിജയലക്ഷ്മിയുടെ നേരെ വിരൽ ചൂണ്ടുകയാണ്. അത് കേട്ടതും മോനെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അനാർക്കലിയുടെ മകളാണെങ്കിലും രഞ്ജു എൻ്റെ മകളായിട്ടാണ് വളർന്നത്. അവൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അവൾ ഒരാളെയും വേദനിപ്പിക്കില്ല മോളെ. വേണ്ട, നിങ്ങൾക്ക് ഇവളെ കൊല്ലാൻ മടിയായിരിക്കും. എന്നാൽ എനിക്കൊരു മടിയില്ല, ഞാൻ തന്നെ കൊല്ലാം. ഇവളുടെ കഴുത്ത് ഞെരിച്ച് ഞാൻ തന്നെ ഇവളെ കൊല്ലാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് രഞ്ജുവിന് നേരെ ഇങ്ങനെ പോവുക. അപ്പോഴേക്ക് രഞ്ജു, എന്തിനാ അമ്മേ അനാർക്കലിയെ പോലൊരു ദുഷ്ടത്തിയുടെ മകളായ എന്നെ അമ്മ എന്തിനാ വളർത്തിയത്? ഇത്രയും കാലം എന്തിനാ സംരക്ഷിച്ചത്? എന്തിനു വേണ്ടിയായിരുന്നു അമ്മ ഇതൊക്കെ ചെയ്തത്? അനാർക്കലിയുടെ മകളാണ് ഞാനെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊല്ലായിരുന്നല്ലോ എന്നും പറഞ്ഞ് രഞ്ജു കരയുക. ഈ സമയം വേണ്ടടി, നീ അഭിനയിക്കൊന്നും വേണ്ട, നിന്നെ ഞാൻ തന്നെ തീർക്കാടി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അടുത്തേക്ക് ചെലുത്തപ്പോഴേക്കും വിജയലക്ഷ്മി വേണ്ട, തൊട്ടു പോകരുത് അവൾ എൻ്റെ മോള. നിന്നെ പോലെ തന്നെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. വളരെ കുഞ്ഞുനാളിലാണ് അവളെ എനിക്ക് കിട്ടിയത്. പക്ഷേ എന്നിട്ടും അവളെ ഞാൻ പൊന്നുപോലെ വളർത്തിയത് അവൾക്ക് ഒരബദ്ധം സംഭവിക്കാതിരിക്കാനാ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം കാര്യങ്ങളുടെ പോക്ക്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് മോനെ എന്നൊക്കെ പറയുമ്പോഴേക്കും രഞ്ജുവും ഗോവിന്ദും അവിടെ നിന്നും മാഞ്ഞുപോയി. ഈ സമയം മോളെ ഗീതു, നീ എവിടെയാ മോളെ? എനിക്ക് നിന്നെ കാണണം, നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ ലോകത്ത് നിന്ന് തന്നെ പോകുമ്പോഴേക്കും എൻ്റെ മനസ്സിലെ കാര്യങ്ങളെല്ലാം നീ കേൾക്കണം മോളെ. നീ എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുക. കയ്യിലൊരു വിളക്കുമായിട്ട് ഗീതു വിജയലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് എത്തി. വിജയലക്ഷ്മി അമ്മ ഗീതുവിനെ കണ്ട് ചിരിച്ചു. മോളെ, നിനക്കേ എല്ലാം പരിഹരിക്കാൻ പറ്റും. എന്തിനാ അമ്മ വിഷമിക്കുന്നേ? ഞാനില്ലേ കൂടെ, ഞാൻ നോക്കിക്കോളാം. രഞ്ജുവിന് ഒരാപത്ത് സംഭവിക്കില്ല മോളെ. എനിക്ക് നല്ല പേടിയുണ്ട്. എൻ്റെ രഞ്ജുമോക്ക് ഒരാപത്ത് സംഭവിക്കരുത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല മോളെ. അമ്മ ധൈര്യമായിട്ടിരിക്കുക. എന്താ അമ്മയുടെ പ്രശ്നം? എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. രഞ്ജു അനാർക്കലിയുടെ മകളല്ലേ, ആ വിഷയം ഗോവിന്ദ് അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞാൽ ഗോവിന്ദിന് ഉറപ്പായിട്ടും അത് സഹിക്കാൻ കഴിയില്ല മോളെ എന്നൊക്കെ പറയുക. ശരി, ഞാൻ ആരോടും ഒന്നും പറയില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഇനി അങ്ങനെ കണ്ണേട്ടനെ
അറിഞ്ഞാലും അതിൽ നിന്നും എങ്ങനെയാണ് കണ്ണേട്ടനെ മാറ്റിയെടുക്കേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാം. ഒരിക്കലും സ്വന്തം അനിയത്തിയെ പോലെ സ്നേഹിച്ച ഒരാളെ ഉപേക്ഷിക്കാനോ അവളെ കൊല്ലാനോ കണ്ണേട്ടന് മനസ്സ് വരില്ലമ്മേ. കണ്ണേട്ടനെ എനിക്ക് നന്നായിട്ടറിയാം. അമ്മ ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ. ഈ സമയമാണെങ്കിൽ രഞ്ജു അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക. അമ്മേ, എൻ്റെ അമ്മേ, അമ്മ കണ്ണ് തുറക്കമ്മേ, അമ്മേ എന്നെ ഒന്ന് നോക്കമ്മേ എന്നും പറഞ്ഞ് പൊട്ടിക്കരയുക. പക്ഷേ രഞ്ജു വിളിച്ചിട്ടും വിജയലക്ഷ്മി ഗീതു എന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടറെ, അമ്മ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഡോക്ടറെ, ഈ മാസ്ക് ഒന്ന് മാറ്റാമോ? അത് റിസ്ക്കാ, മാസ്ക് ഒന്നും മാറ്റാൻ പറ്റില്ല എന്നും പറയുക. അത് കേട്ടതും ഡോക്ടറെ, അമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്. ഇത് പേഷ്യൻ്റ് പിച്ചും പേയും പറയുന്നതാ. നിങ്ങൾക്ക് എന്താ തലയ്ക്ക് സ്ഥിരതയില്ലേ? ദേ ഒരു മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തേ. അയ്യോ വേണ്ട ഡോക്ടറെ, അമ്മ പിച്ചും പേയും പറയുന്നതല്ല. അമ്മ രഞ്ജുവിനോടല്ല പറയുന്നത്, ഗീതു ചേച്ചിയോട് അമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്. അതാ അമ്മ പറയുന്നത്. അമ്മയ്ക്ക് ഗീതു ചേച്ചിയെ കാണണമെന്നായിരിക്കും. ഡോക്ടർ ആ മാസ്ക് ഒന്ന് മാറ്റ്, ഒന്നും സംഭവിക്കില്ല. ഇല്ല അത് പറ്റില്ല. അപ്പോഴേക്കും വിജയലക്ഷ്മി കണ്ണു തുറന്നതും വിജയലക്ഷ്മി, ഡോക്ടറെ എനിക്കൊരു കാര്യം എന്ന് പറഞ്ഞപ്പോഴേക്കും ഡോക്ടർ പതുക്കെ മാസ്ക് മാറ്റിയതും എനിക്ക് ഗീതു മോളെ, രഞ്ജു മോളെ, ഗീതു എവിടെ എന്ന് ചോദിക്കുക. അത് കേട്ടതും അമ്മേ, ഗീതുവും ഗോവിന്ദേട്ടനും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക, അവർ പെട്ടെന്ന് എത്തും, അമ്മ പേടിക്കാതെ. ഗീതു വരുമ്പോൾ എന്നെ ഒന്ന് കാണാൻ പറയോ മോളെ? ആ പറയാം അമ്മേ, അമ്മ വിഷമിക്കാതെ, ഉറപ്പായിട്ടും പറയാം എന്നും പറയാണ്. ഈ സമയം പെട്ടെന്ന് തന്നെ ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയിൽ ഓക്സിജൻ വീണ്ടും നമ്മുടെ വിജയലക്ഷ്മിയുടെ മുഖത്തേക്ക് ഇട്ടു. അതിനുശേഷം നമ്മുടെ രഞ്ജു പ്രിയയും ഇങ്ങനെ നിൽക്കുക. അതെ, എത്രയും പെട്ടെന്ന് സർജറി നടത്തണം, സർജറി കൊണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാവരും പെട്ടെന്ന് എത്തുമല്ലോ അല്ലേ? ഇപ്പം എത്തും ഡോക്ടറെ, ഡോക്ടർ ധൈര്യമായിട്ടിരിക്കും, ഇപ്പം എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജുവും പ്രിയയും പുറത്തേക്ക് പോവുക. കരഞ്ഞുകൊണ്ടാണ് രഞ്ജു പോകുന്നത്. ഈ സമയം വിജയലക്ഷ്മി ഡോക്ടറിൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചു. എന്താ, എന്നോടും എല്ലാം പറയാനുണ്ടോ? പറയാനുണ്ട് ഡോക്ടറെ, എനിക്ക് പറയാനുണ്ട്. അപ്പോഴേക്കും എല്ലാവരും പോയി കഴിഞ്ഞതുകൊണ്ട് വിജയലക്ഷ്മിയുടെ മുഖത്തെ ഓക്സിജൻ മാസ്ക് ഡോക്ടർ ഊരി മാറ്റുകയാണ്. ഡോക്ടറെ, എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് സർജറി റിസ്ക്കാണ്. സർജറി നടത്തിയാലും ഞാൻ രക്ഷപ്പെടുമെന്നുള്ള കാര്യം സംശയമാണ് ഡോക്ടറെ. അതുകൊണ്ട് ഡോക്ടർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ വിജയലക്ഷ്മി, ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് എനിക്ക് എൻ്റെ മരുമോളെ ഒന്ന് കാണണം. ഗീതാഞ്ജലിയെ മരിക്കുന്നതിന് മുമ്പെങ്കിലും എനിക്ക് ആ കുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ മനസ്സിൽ അടക്കി പിടിച്ചു വെച്ച ഇത്രയും നാളും സൂക്ഷിച്ച രഹസ്യങ്ങൾ. അയ്യോ, അതൊക്കെ റിസ്ക്കാണ് വിജയലക്ഷ്മി. ദേ ഇപ്പോൾ സർജറി നടത്തിയില്ലെങ്കിൽ വിജയലക്ഷ്മിയുടെ കാര്യം പോക്കാവും. വിജയലക്ഷ്മിക്ക് തന്നെ വിജയലക്ഷ്മിയുടെ ശരീരത്തെക്കുറിച്ച് അറിയാം, അസുഖത്തെക്കുറിച്ച് അറിയാം. എന്നിട്ടും ഞാനത് വിജയലക്ഷ്മിയോട് മറച്ചു വയ്ക്കുന്നത് ശരിയല്ലല്ലോ. കാര്യങ്ങളുടെ പോക്ക് അപകടത്തിലേക്കാണ്. അപകടനില തരണം ചെയ്തിട്ടില്ല, അതുകൊണ്ട് സർജറി ഉടനെ ഉണ്ടാവണം. ഇല്ല ഡോക്ടറെ, സർജറി ഇപ്പം നടത്തിയ ഞാൻ ജീവനോടെ തിരിച്ചു വരില്ല. അതുകൊണ്ട് സർജറി നടത്തിക്കോ. വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ മരുമോളെ ഒന്ന് കണ്ടിട്ട്, എൻ്റെ ഗീതുമോളെ ഒന്ന് കണ്ടിട്ട് അവളോട് 2 വാക്ക് പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്താൽ മതി ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി കരയുക. അത് കേട്ടതും ശരി, ഓക്കെ, എന്തായാലും ഞാൻ അതുപോലെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോയി. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയും ഗോവിന്ദനെയാണ്. ഗോവിന്ദാണെങ്കിൽ വെച്ച് പിടിക്കുക. കണ്ണേട്ടാ, എനിക്ക് പേടിയാവുന്നുണ്ട് കണ്ണേട്ടാ, എന്തിനാ ഇത്ര സ്പീഡ്? അപ്പോൾ ഗോവിന്ദ് ഒന്നും മിണ്ടുന്നില്ല. മുഖമൊക്കെ ചുവന്ന് ദേഷ്യവും സങ്കടവും വാശിയും എല്ലാം ഒരുമിച്ച് വന്നൊരവസ്ഥ ഗോവിന്ദൻ്റെ മുഖത്ത് നന്നായിട്ട് തെളിഞ്ഞു കാണാം. ഈ സമയം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. രേഖ പ്രിയയെ ഫോൺ വിളിക്കുക. എങ്ങനെയുണ്ട് പ്രിയ ഇപ്പോൾ? സർജറി വേണമെന്നാണ് രേഖേച്ചി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഗോവിന്ദേട്ടനെ കാണണമെന്നും ഗീതുവേച്ചിയെ കാണണമെന്നും വിജയലക്ഷ്മി അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു തുള്ളി കണ്ണടച്ചിട്ടില്ല പ്രിയെ. അയ്യോ, അതെന്താ, മാധവൻ ശല്യം ചെയ്തോ? ഏയ്, ഒരിക്കലുമില്ല. അവൻ കുപ്പിയിൽ പാലും കുടിച്ച് ഇങ്ങനെ കളിച്ചും ചിരിച്ചും കിടന്ന് സുഖമായിട്ട് രാത്രി ഉറങ്ങി. നേരം വെളുത്തപ്പോഴാണ് എഴുന്നേറ്റത്. ഒരു ശല്യവും ചെയ്യാത്ത ഒരു പാവം കുഞ്ഞാ മാധവൻ എന്നൊക്കെ പറയാം. പിന്നെ എന്താ ചേച്ചി ഉറങ്ങാഞ്ഞേ? ഒന്നും പറയണ്ട, ഇന്നലെ രാത്രി മുതൽ വരുണേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് രാധികാമ്മയുടെ കാര്യം. വരുണേട്ടനും രാധികാമ്മയും സത്യദാസങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അയ്യോ, അവരൊക്കെ ഇവിടെ പോയി? അറിയില്ല മോളെ, എങ്ങോട്ടാ പോയെന്നൊന്നും ഒരു പിടിയില്ല. ഒരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ല. ഇന്നലെ രാത്രി എന്നെ ആശുപത്രി കൊണ്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയതിന് ശേഷം 3 പേരും കൂടെ പോയതാ. 3 പേരെ വിളിച്ചിട്ടും നോട്ട് റീച്ചബിൾ. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല. ഇവരിനി എങ്ങോട്ടാ പോയത്, എന്തിനാ പോയത് എന്നൊന്നും അറിയില്ല.
എന്തെങ്കിലും ചതി മുന്നിൽ കണ്ടിട്ടുണ്ടോ? അതും അറിയില്ല. ഈശ്വരന്മാരെ, ഇവരിത് എങ്ങോട്ടാ ഇപ്പോൾ ആദ്യരാത്രി പോയത്? ഗോവിന്ദേട്ടൻ ഇല്ലാത്ത നേരത്ത് മനഃപൂർവ്വം കറങ്ങി നടക്കുമായിരിക്കും രേഖേച്ചി. അത് ശരിയാ. എന്തായാലും 3 കൂടെ വരുമല്ലോ, വരാതിരിക്കില്ലല്ലോ. ഞാൻ വരണേ ചേച്ചി. വേണ്ട മോളെ, ഇവനെ കൊണ്ടൊരു ശല്യമില്ല, ഇവനെ ഞാൻ നോക്കിക്കോളാം. മോളൊരു കാര്യം ചെയ്. എന്തായാലും വിജയലക്ഷ്മി അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഗോവിന്ദേട്ടനും ഗീതുമൊക്കെ വന്നതിന് ശേഷം വന്നാൽ മതി. ആ ശരി ചേച്ചി, പ്രാർത്ഥിക്കണേ ചേച്ചി. വിജയലക്ഷ്മിയൊക്കെ അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമോ? നല്ലൊരമ്മയാണ് നമുക്കൊക്കെ. എനിക്കൊക്കെ അമ്മായി അമ്മയായിട്ട് വരേണ്ടിയിരുന്ന അമ്മ. ആ അമ്മ വരാതെ ഇവിടെയുള്ള രാക്ഷസി വന്നതാ പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ പ്രിയ ഫോൺ കട്ട് ചെയ്യുമോ? ഈ സമയം രേഖ മാധവനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.